ഹലോ ഗെയ്സ്, നമ്മളെ ഒരു 4-5-6 ചക്ക, ഇതുപോലൊക്കത്തെ ചക്ക, നല്ല വരിക്കച്ചക്കയാണ്. അപ്പോൾ വരിക്കച്ചക്ക നമ്മൾ നല്ലൊരു നമ്മളെ അനിയന്മാരെ വീട്ടിൽ നിന്ന് ഇട്ടുകൊടുന്നതാണ്. നമുക്കിവിടെ ചക്ക ഇല്ല, അപ്പോൾ നമ്മൾ ചക്ക ഉണ്ട്, അങ്ങോട്ടും ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടും. പക്ഷെ എന്നാലും ഇത് നല്ലത് വെറൈറ്റി, നല്ല ഉഷാറുള്ള ചക്കയാണ്, നല്ല മധുരമുള്ള നല്ല നിറമുള്ള ചക്കയാണ്. അപ്പോൾ അത് പച്ചയുണ്ട, നമ്മൾ പോപ്പിച്ചാൻ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ മുഹമ്മദ് സ്വാഗതമാട്. അപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ചക്ക പൊരിക്കുന്നൊരു പരിപാടിയാണ്, ചക്ക പൊരിക്കലുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു ചക്ക അങ്ങ് പൊരിച്ചാലോ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നല്ല അടിപൊളി ചക്കയാണ്, വലിയ ചുളായിട്ടുള്ള ചക്കയാണ്. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യുക, നമ്മളൊന്നാണ് 2 കളറിലായിട്ട് ഒന്നാണ് പൊരിക്കുക. അങ്ങനെ നല്ല മസാല ഒക്കെ കൂട്ടണം. മസാല കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാനാണ്. അപ്പോൾ ഇതുമായിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ഇതിങ്ങനെ ചെറുതാക്കി വട്ടലിലാണ് ഇപ്പോൾ പരിപാടി. പിന്നെ കുടിക്കാരത്തേക്ക് ഇത് കുറച്ച് നമ്മളെ വെട്ട് നേരെ ക്രോസ് ആയിട്ടാണ്, വെട്ടാനാണ് ഇത് സുഖം. മറ്റത് ലേശം പണിയാണ്. വലിയ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഓരോ ചികിളാക്കൽ. നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് പരിപാടി കഴിച്ചു. അപ്പോൾ അരി നമുക്ക് ഈ ഉള്ളി ഹോട്ടൽ പണി എടുത്തിട്ടേ ഉള്ളി വെട്ടി ചീലാണ്. ഈ കോലത്തിലാണ് ഇപ്പോൾ നമ്മൾ വെട്ടിട്ട. ഈ ഷേപ്പിൽ വെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കൊക്കായിട്ട് കിട്ടും, ഒരു കുളത്തായിട്ട്. പിന്നെ ഒരേ കനണ്ട് നമ്മൾ ചീതിയിട്ടുണ്ടെങ്കിൽ, നീളം ചീതിയിട്ടുണ്ടെങ്കിൽ കനം കൂടുതലായി. അപ്പോൾ നമ്മൾ ഉള്ളി വെട്ടുന്ന മാതിരില്ല വെട്ടാൻ വെക്കുന്നത്. ബിരിയാണിക്കൊക്കെ ഉള്ളി വെട്ടുമ്പോൾ പലവരും പല രീതിയിലാണ് ചെയ്യൽ. മറ്റേ നമ്മളിങ്ങനെ നീളം എടുക്കുകയാണെങ്കിൽ കുറേ കനമുള്ളതും കനം കുറഞ്ഞതും ഏത് വേണമെങ്കിൽ എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വല്ലാതെ മുരവെക്കാൻ പാടില്ല. മുരവെത്ത് കഴിഞ്ഞാൽ കൂടുതലും എരിഞ്ഞു പോയാൽ അല്ലാതെ പെട്ടെന്ന് കറുപ്പ് വരും, കരിച്ചിൽ വരാൻ പാടില്ല.
നമ്മൾ വെട്ടട്ടെ. വെട്ടിയിട്ടിങ്ങനെ കൂടുതൽ വീഡിയോ വലുതായാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞ് മസാല കൂട്ടി പൊരിച്ചിട്ടൊന്നും ഇപ്പോൾ ഇത് തിന്നാൻ കഴിയില്ല, ടൈം എടുക്കും. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ചക്ക കൂട്ടാണ്ടാക്കിയിട്ടുണ്ട്. നല്ല ചക്ക കൊണ്ട് നല്ല വറവിട്ടിട്ടുണ്ട്. ആ ചുള മാത്രം എടുത്തിട്ടാണ്. നമ്മളുടെ ഈ ചവിണി അതിൻ്റെ കരുകളൊന്നും എടുത്തിട്ടുള്ള പരിപാടി വളരെ കുറവാണ്. അതാണ് രസം. പക്ഷെ നമ്മളെ കുടിക്കാർക്ക് ഇതേ പറ്റുള്ളൂ. ചുള മാത്രം എടുത്തിട്ട് കഴിക്കുക. ഈ കോലത്തിൽ കണ്ടില്ലേ? അപ്പോൾ ഇതപ്പോൾ ആദ്യം കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ചായയും കുടിക്കുക, ഒരു പാത്രം ചക്ക കൂട്ടാനും കൂട്ടുക. ഇതാണ് കഴിച്ചിട്ട് ഇനി ഇറച്ചിയൊക്കെ ഇട്ട് വെക്കട്ടോ. ഇറച്ചി എന്തായാലും കോയിൻ്റെ പാട്സോ അല്ലെങ്കിൽ ചിക്കൻ പാട്സോ അല്ലെങ്കിൽ നല്ല ഇറച്ചി ഉണ്ട് കൂട്ടാൻ വെക്കൽ കിട്ടും. ഇറച്ചി കരലിപ്പെട്ടി ഇറച്ചി ബോട്ടിട്ട് ഇട്ടൊക്കെ വെക്കാം. അല്ലെങ്കിൽ പിന്നെ മത്തിക്കറിയും കൂട്ടാനൊക്കെ വെക്കാം. അപ്പോൾ ഇതുമായിട്ടുള്ളൊരു ബിരിയാണി നമ്മൾ കുറച്ചും കൂടി നന്നാക്കാണ്ടായിരുന്നു കേട്ടോ. ചവണിയൊക്കെ കളഞ്ഞു വൃത്തിയാക്കാണ്ടിരുന്നു. ഇതോടി ചെറിയ ചെറിയ അടിയും പൊടികളൊക്കെ ഉണ്ടാവും. നമുക്ക് നാളെ ചക്ക കൂട്ടാൻ വെക്കാൻ വേണ്ടി എടുത്താൽ ചുള മാത്രം എടുത്തത്. അപ്പം ചങ്ങായിമാരെ നമ്മൾ വെട്ടൽ കഴിഞ്ഞു കേട്ടോ. നല്ല ചിപ്സ് മോഡൽ വെട്ടിയിട്ട് ഇങ്ങനെ കനം കുറച്ചാണ് വെട്ടിയത്. കനം കുറച്ച് വെട്ടിയപ്പോൾ നല്ല രസമുണ്ട് കാണാം. അപ്പം ഇനി ഇതെന്ത് ചെയ്യണം? 2 ഐറ്റം മസാല ആക്കിയിട്ട് ഒരു ലേശം പാകത്തിനുള്ള വെളുത്തുള്ളി നല്ല കുറച്ച് എരിവുള്ള മുളക്, കുറച്ച് കായപ്പൊടി ചേർക്കണം. സാമ്പാർ കായത്തിൻ്റെ പൊടി ചേർക്കുക. ഒരു ശകലം ബേക്കിംഗ് സോഡ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് അരച്ചെടുത്തിട്ട് മസാലയാണ് പുരട്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് പൊരിക്കണം. അപ്പം എങ്ങനെ ഉണ്ടാവും? ലേശം കരിവേപ്പിൻ്റെ ഇല കട ചേർത്ത് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തിട്ട് പൊരിച്ചവിടെ വെക്കുക. നല്ലൊരു വരണിയിലിട്ട് വെക്കുക. അപ്പോൾ ഇനി പൊരിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനുള്ള മസാല റെഡിയാക്കട്ടെ. ശകലം വെളുത്തുള്ളി, ബേക്കിംഗ് സോഡ, കുറച്ച് കായപ്പൊടി, കരിവേപ്പിൻ്റെ ഇല, നല്ല എരിവുള്ള മുളകും ചേർക്കുക. ഇനി മധുരം ചേർക്കണേ അങ്ങനെ ചേർക്കട്ടെ. മധുരം വേണ്ടവർക്ക് മധുരം ചേർക്കാം. മധുരം ചേർത്തിട്ട് അപ്പോൾ എരിവാണ്ട് വേണ്ട വെച്ചാൽ മതി. കുറച്ച് പാകത്തിനുള്ള ഉപ്പും ചേർക്കുക. ഉപ്പ് വെള്ളം നമ്മൾ കുടഞ്ഞു കൊടുത്താൽ മതി. നല്ല കല്ലുപ്പിൻ്റെ വെള്ളം ഉണ്ടാക്കിയിട്ട് എരിഞ്ഞ് വരുമ്പോൾ കുടഞ്ഞു കൊടുത്താൽ ഉപ്പും പിടിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടാണ്. 2 ഐറ്റം മസാലയാണ്. മസാല റൈറ്റാണ്. ഒന്നിൽ കളറും ഒന്ന് കളറില്ലാതെ 2 മസാല ചേർക്കുന്ന പരിപാടിയാണ്. ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൽ നിന്ന് ചേർത്തിട്ട്
അപ്പോൾ എന്തായി? അപ്പോൾ ഈ പരുവത്തിലായിട്ടാ ഒരു ഐറ്റം കളറുള്ളത്, ചെറിയ കളറുള്ള ചെറിയ ഇങ്ങനെയുള്ളൊരു കളർ. ഇതിങ്ങനെ വൈറ്റായിട്ടും ഇത് വെള്ള കളറായിട്ടും ഇത് ലേശം ഒരു നമ്മളെ കൊയിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്, ഈ കളറിന്. അപ്പോൾ ഇനി പൊരിച്ചെടുക്കണം. പൊരിച്ചെടുത്താൽ നമ്മളെ പരിപാടി കഴിഞ്ഞു.